ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാം മത്സരത്തിലെ ദയനീയ തോൽവിക്ക് പിന്നാലെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയെ വിമർശിച്ച് ഓസ്ട്രേലിയൻ മുൻ ക്രിക്കറ്റ് താരം സൈമൺ കാറ്റിഷ്. പെർത്തിൽ ബുംറയുടെ കീഴിൽ ബോളർമാർ പന്തെറിഞ്ഞ രീതി അഡ്ലെയ്ഡിൽ രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ കളിച്ചതിനേക്കാൾ മികച്ചതായിരുന്നുവെന്ന് സൈമൺ കാറ്റിഷ് ഒരു പോഡ്കാസ്റ്റിൽ പ്രതികരിച്ചു. മൂന്നാം ടെസ്റ്റിൽ രോഹിത് ശർമ്മയിൽ നിന്ന് കുറച്ചുകൂടി മികച്ച ക്യാപ്റ്റൻസി പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. രണ്ട് മത്സരങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ബുംറയുടെ ക്യാപ്റ്റൻസി പ്രത്യേകിച്ച് ബൗളർമാരെ ഉപയോഗിച്ച് അഡ്ലെയ്ഡിൽ കണ്ടതിനേക്കാൾ വളരെ മികച്ചതാണെന്ന് കരുതുന്നുവെന്നും സൈമൺ കാറ്റിഷ് പറഞ്ഞു. ഗ്രൗണ്ടിലുള്ളപ്പോൾ രോഹിത് ശർമ്മയിൽ നിന്നും കൂടുതൽ ആക്റ്റീവായ പ്രതികരണങ്ങളാണ് പ്രതീക്ഷിക്കുന്നതെന്നും കാറ്റിഷ് വ്യക്തമാക്കി. ഫീൽഡ് ചെയ്യുമ്പോൾ ബോളർമാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൂടുതലായി നൽകാൻ രോഹിത് ശർമ്മ ശ്രമിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ഉപദേശം. ഇതിനിടെ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിനായി ഇന്ത്യൻ ടീം ബുധനാഴ്ച ബ്രിസ്ബെയിനിൽ എത്തി. ഗാബ ഗ്രൗണ്ടിൽ ശനിയാഴ്ച ടെസ്റ്റ് തുടങ്ങും. അഡ്ലെയ്ഡിൽ നടന്ന രണ്ടാം ടെസ്റ്റ് ഡേ ടു നൈറ്റ് മത്സരമായിരുന്നെങ്കിൽ ഗാബയിലേത് ഡേ മത്സരമാണ്. ഇന്ത്യൻ സമയം പുലർച്ചെ 5:50 തുടങ്ങും. ആദ്യ മത്സരത്തിൽ ഇന്ത്യയും രണ്ടാം ടെസ്റ്റിൽ ഓസ്ട്രേലിയയും ജയിച്ചതോടെ 1-1 എന്ന നിലയിലാണ് പരമ്പര. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെത്താൻ ഇരു ടീമുകൾക്കും ജയം അനിവാര്യമാണ്. 2021-22 ബോർഡർ ഗവാസ്കർ പരമ്പരയിലെ ഗാബ ടെസ്റ്റിൽ ഇന്ത്യ ജയിച്ചിരുന്നു. 1988 ശേഷം ഈ ഗ്രൗണ്ടിൽ ഓസീസിന്റെ ആദ്യ തോൽവിയായിരുന്നു അത്. പൊതുവെ ബൗൺസും പേസും കൂടിയ പിച്ച് ബാറ്റർമാർക്ക് വലിയ വെല്ലുവിളിയാകാറുണ്ട്.